തമിഴ്നാട്ടില് മധുരയില് മുരുകൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, സഭയ്ക്ക് അതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ്, അദ്ദേഹം കപ്പലണ്ടി മുട്ട ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടിയാണ്. അപ്പൊ അദ്ദേഹം തന്റെ ബിസിനസ് ഒക്കെ ഒന്ന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോണിന് അപേക്ഷിച്ചെങ്കിലും സാധാരണ ബാങ്കുകാരൊന്നും കൊടുക്കാൻ കൊണ്ട് ഈ ബ്ലേഡുകാരുടെ നല്ലൊരു തുക പലിശയ്ക്ക് എടുത്തിട്ട് തന്റെ ബിസിനസ് പുതിയ മിഷനറിയൊക്കെ വെച്ചിട്ട് ആരംഭിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം പരാജയപ്പെട്ടു പോയിട്ട് തന്റെ വീടും വസ്തുവും വിൽക്കേണ്ടി വന്നു. പിന്നെ ഒരു വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്നു. എന്നിട്ട് കടക്കാരിന്ന് രക്ഷപ്പെടാക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇവരുടെ തീരുമാനം എടുത്ത്, ഒറ്റ മോളേ ഉള്ളൂ, ഈ മോക്കും ഭാര്യയ്ക്കും കൂടെ ചോറിനകത്ത് എലിവിഷം കലക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഇവരറിയാതെ കാത്തിരിക്കുകയാണ്. 4 മണിക്ക് മോളിലൂടെ വന്നിട്ട് വേണം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് മരിക്കാൻ. അങ്ങനെ താൻ തീരുമാനം എടുത്തിരിക്കുമ്പോൾ, അതിന്റെ സാക്ഷ്യ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇരിക്കുമ്പോൾ മോള് വൈകിട്ട് വന്നപ്പോഴ് ഇതുപോലൊരു നീല പുസ്തകം ഉണ്ടാകുന്ന അതാണ് അപ്പൻ എലിവിഷം കലക്കി വെച്ചിരിക്കുകയാണ്. ഈ മോക്കും ഭാര്യയ്ക്കും തനിക്കും കൂടെ, ഇതിവർക്ക് അറിയുന്ന ലീയാക്കി അറിയത്തുള്ളൂ. അന്ന് വൈകിട്ട് അവൾ വീട്ടിൽ നിന്ന് സ്കൂൾ വീട്ടിൽ വന്നപ്പോൾ ഇതുപോലൊരു പുസ്തകം ഉണ്ടാവുന്നത്. എന്താ പറയുക, ഗിദയോൺസുകാര് അന്ന് ആ സ്കൂളിലൊരു ബൈബിള് വിതരണം ചെയ്തിട്ട് ഒരു പുസ്തകം, എന്നിട്ട് ഗിദയോൺസുകാര് പറഞ്ഞു, മോളെ ഇതിനകത്ത് നല്ല കഥകളുണ്ട്, വീട്ടിൽ പോയി വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു. 7ാം ക്ലാസ്സിലായി കുഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് അപ്പനോട് പറഞ്ഞപ്പോ ഈ എലിവിഷത്തിന്റെ കാര്യത്തിൽ കുഞ്ഞിനറിയത്തില്ലല്ലോ, അപ്പൊ ഇതിനകത്ത് നല്ല കഥകളുണ്ടെന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ എന്തായിരുന്നു, എന്റെ മോൾ അവസാനത്തെ ആഗ്രഹമല്ലേ, തകർന്ന ഹൃദയത്തോടെ താൻ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ നിവർത്തി വന്നപ്പോൾ ഇവിടെ ഒന്ന് വായിക്കേണ്ടത്. ആദ്യമായിട്ടാണ് ബൈബിൾ കിട്ടുന്നത്. ഇങ്ങനെ വായിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം എന്റെ ഹൃദയത്തിൽ തുടങ്ങി. എന്താണ്? നിന്റെ ഹൃദയം ദൈവത്തെ വിശ്വസിപ്പിൻ. അത് കൊള്ളാമല്ലോ. അപ്പൊ പിന്നെ താൻ താഴോട്ട് നോക്കിച്ചപ്പോ കാണുന്നു, നിങ്ങൾ എന്ന് അപേക്ഷിച്ചാലും എന്റെ പിതാവ് അത് ചെയ്തു തരും. അപ്പൊ പുള്ളിക്ക് എന്തോ മനസ്സിനകത്ത് എന്തോ കാര്യമുണ്ട്. അപ്പൊ കുഞ്ഞിനെ ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു. ഈ വചനം തന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പിടിച്ചു. മാനസാന്തരം ഉണ്ടായി. എലിവിഷവും തിന്നില്ല, ആ ഭക്ഷണവും കഴിച്ചില്ല. അവരിന്ന് എന്താണ്, മധുരയില് അനേകര് അംഗങ്ങളായിരിക്കുന്ന ഒരു സഭയുടെ പാസ്റ്ററാണ് എന്റെ അറിവ്. അനേകരെ അദ്ദേഹം നേടി. അപ്പൊ എന്താണ്, ഈ 50 രൂപയുടെ പുസ്തകമാണ്. എന്താണ്, ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയ അനേക ആത്മാക്കളെ അവർ നേടിയിരിക്കാൻ ഈ ഒരു പുസ്തകം.